ഹലോ, ടെക് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ഒരു ചാനലിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് ഒത്തിരി ജോലികളുടെ ഒഴിവുകളെ കുറിച്ചിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ചില ആൾക്കാർ കമൻറ്റ് ചോദിച്ചൊരു കാര്യമായിരുന്നു, നോൺ ടീച്ചിങ് പോസ്റ്റിലേക്കുള്ള ഏതെങ്കിലും ഒഴിവുകൾ ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ ഇതിൽ പറയാനായിട്ട് പോകുന്നത്. ഒത്തിരി നോൺ ടീച്ചിങ് പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. SN ട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ജോലി ഒഴിവുകളാണ്. ഒത്തിരി നോൺ ടീച്ചിങ് പോസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതും അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ട ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം അതാത് പോസ്റ്റിലോട്ട് താല്പര്യമുള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ. SN ട്രസ്റ്റ് കോളേജിൽ 92 അനധ്യാപകരുടെ പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇവരുടെ ഇതിൽ സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ അപേക്ഷയൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത്. കേരള, കാലിക്കറ്റ്, കണ്ണൂർ സർവകലാശാലകളിലേക്കാണ്, അങ്ങനത്തെ കോളേജ് അതിൻ്റെ കീഴിൽ വരുന്ന കോളേജിലേക്കാണ് അവസരം വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ വന്നിരിക്കുന്ന ഒഴിവേതാന്നുള്ളത് പറയാം. UGC ലൈബ്രറീൻ്റെ പോസ്റ്റ് ഉണ്ട്, കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ഉണ്ട്, മെക്കാനിക്ക്, ഹെർബേറിയം കീപ്പർ ഉണ്ട്, ഗാർഡനർ ഉണ്ട്, ഓഫീസ് അറ്റൻഡൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡൻറ്റ് തസ്തികയിൽ 7 ഒഴിവ് PWD വിഭാഗത്തിനായിരിക്കും. ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലോട്ട് വരുവാണെങ്കിൽ LD ക്ലർക്കിൻ്റെ പോസ്റ്റ് ഉണ്ട്, കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ഉണ്ട്, മെക്കാനിക്ക്, ഹെർബേറിയം കീപ്പർ ഉണ്ട്, ഗാർഡനർ ഉണ്ട്, ഓഫീസ് അറ്റൻഡൻ്റ് ഉണ്ട്. പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലോട്ട് വരുവാണെങ്കിൽ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ്, മെക്കാനിക്ക്, അതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡൻറ്റ്, ഇത്രയും ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് യോഗ്യതാ പ്രായം എന്നൊക്കെ പറയുന്നത് UGC ആ ഒരു യൂണിവേഴ്സിറ്റി സർവകലാശാല ആ ഒരു സർക്കാർ ചട്ടപ്രകാരമാണ് യോഗ്യതയും പ്രായമൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് അപേക്ഷാ ഫീസ് ഉണ്ട്. UGC ലൈബ്രറിയൻ പോസ്റ്റിലോട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 2000 രൂപയും, അതുപോലെ തന്നെ LD ക്ലർക്ക്, കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ്, മെക്കാനിക് ആണെങ്കിൽ 1500 രൂപയും, ഹെർബേറിയം കീപ്പർ, ഗാർഡനർ, ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റിലോട്ടാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1000 രൂപയാണ് ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത്. ഇനി അപേക്ഷ അയക്കേണ്ടത് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ ഓൺലൈനായിട്ടല്ല അപ്ലൈ ചെയ്യേണ്ടത്. നേരെ മറിച്ച് കൊല്ലം ശ്രീനാരായണ ട്രസ്റ്റ് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് അപേക്ഷ ഫോം ലഭിക്കും. സ്പീഡ് പോസ്റ്റ് വഴി അയക്കണം എന്നുണ്ടെങ്കിൽ അവരുമായിട്ടൊന്ന് ജസ്റ്റ് ഫോണിൽ കോൺടാക്ട് ചെയ്താൽ മതി. മേ ബി അവർ സ്പീഡ് പോസ്റ്റ് സെൻഡ് ചെയ്ത് തരും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം വാങ്ങിച്ചിട്ട് അത് ഫില്ല് ചെയ്തിട്ട് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ആണോ കൂടെ വെക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അതൊക്കെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കോപ്പീസ് വെച്ചിട്ട് നമ്മൾ ഇവർക്ക് ഈ ഒരു അഡ്രസ്സിലോട്ട് നമ്മൾ തപാൽ വഴിയാണ് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ സ്പീഡ് പോസ്റ്റ് വഴി സെൻഡ് ചെയ്ത് കൊടുക്കണം. ആ ഒരു അപേക്ഷ ഫോം ലഭിക്കുന്നത് കൊല്ലം ശ്രീനാരായണ ട്രസ്റ്റ് ഓഫീസിൽ നിന്നായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരൊക്കെ എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിലും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മറ്റൊരു ജോലിയുടെ ഒഴിവായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.